പാലത്തായി കേസിലെ പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ച സംഭവത്തിൽ സർക്കാരിനും പ്രോസിക്യൂഷനുമെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. സർക്കാരും പ്രോസിക്യൂഷനും ഇരന്നു വാങ്ങിയ തോൽവിയെന്ന് സുപ്രഭാതം മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. സർക്കാർ ഹൈക്കോടതിയിൽ മനഃപൂർവ്വം തോറ്റുകൊടുത്തു. ഈ അലംഭാവം ഇരയോടുള്ള അനീതി മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയാണെന്നും മുഖപ്രസംഗത്തിൽ വിമർശനം. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, എന്തായാലും സമസ്ത മുഖപത്രത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിമർശനമൊക്കെ വന്നിട്ടുള്ളത്. പ്രോസിക്യൂഷനും സർക്കാരിനുമെതിരെയാണ് ഇപ്പോൾ വിമർശനം വന്നിട്ടുള്ളത്. എന്താണ് റിപ്പോർട്ടിലുള്ളത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? പാലത്തായി പീഡന കേസിലെ പ്രതി കുനിൽ പത്മരാജന്റെ ശിക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചിരുന്നു. ഇതിനെതിരെയാണ് മുസ്ലിം മതപണ്ഡിത സംഘടനയായിട്ടുള്ള സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം ഇന്ന് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. അതിൽ തന്നെ സംസ്ഥാന സർക്കാരിനും പ്രോസിക്യൂഷനും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. 10 വയസ്സ് മാത്രമുള്ള പിഞ്ചുബാലിക അറിവ് പകർന്നു നൽകേണ്ട അധ്യാപകനാൽ സ്കൂളിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കേസായിട്ടും ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുക്കുകയായിരുന്നു എന്നാണ് സുപ്രഭാതം ആരോപിക്കുന്നത്. ജീവിതാവസാനം വരെ തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകിയതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷന്തവ്യമായ അലംഭാവമാണത്. ഈ അലംഭാവം ഇരയോടുള്ള അനീതി മാത്രമല്ല, നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി കൂടിയാണ്. മാത്രമല്ല, ഈ തുടക്കം മുതൽ തന്നെ ഈ കേസിനെ അത്ര ഗൗരവത്തോടു കൂടിയല്ല പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്തത് എന്ന് കൂടി സമസ്ത മുഖപത്രം ആരോപിക്കുന്നു. കേസ് നടത്തിപ്പിനായി പരിചയസമ്പന്നരായ മുതിർന്ന അഭിഭാഷകരെ നിയോഗിക്കണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസ് അത് പാടെ അവഗണിക്കുകയായിരുന്നു. പ്രതിയുടെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് മുതൽ സർക്കാർ അഭിഭാഷകർ സ്വീകരിച്ച മൃദു സമീപനവും നിസ്സംഗതയുമാണ് നീതി നിഷേധത്തിന് വഴി തുറന്നത് എന്ന് പറയുന്നു. മാത്രമല്ല, പാലത്തായി കേസിന്റെ തുടക്കം മുതൽ അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷിപ്പിച്ച കേസ് നടത്തിപ്പിലെ വീഴ്ചയെ തുടർന്ന് ക്രൈംബ്രാഞ്ചിനെ വിട്ടപ്പോഴും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. മാത്രമല്ല, കുടുംബത്തിന്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി S. ശ്രീജിത്തിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റാൻ ഉത്തരവിട്ടിരുന്നു. അത്തരത്തിൽ മനഃപൂർവ്വ വീഴ്ചകളുടെ ഒടുവിലത്തെ ഫലമാണ് പ്രതിക്ക് ലഭിച്ച ഇപ്പോഴത്തെ ജാമ്യം എന്നുകൂടി സമസ്ത മുഖപത്രം വിലയിരുത്തുന്നു. ഇനിയെങ്കിലും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര അനാസ്ഥ തിരുത്താൻ പ്രോസിക്യൂഷൻ തയ്യാറാകണം. സുപ്രീം കോടതിയെ സമീപിച്ച് ഈ വിധിക്കെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്താനും ഇരയ്ക്ക് നീതി ഉറപ്പാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണം. കേരളത്തിൽ ഇരുമുന്നണികളുടെ ഭരണകാലത്തും കേസിൽ BJP നേതാവായ പത്മരാജന് അനുകൂലമായി ഇടപെടലുകളുണ്ടായി എന്നത് ആശങ്കപ്പെടുത്തുന്ന, അതായത് LDF-ഉം UDF-ഉം ഭരിച്ചിരുന്ന ഘട്ടത്തിൽ പോലും ഈ BJP നേതാവായിട്ടുള്ള പത്മരാജന് അനുകൂലമായി ഇടപെടലുണ്ടായി എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഭരണം മാറിയിട്ടും സർക്കാർ നയങ്ങളിൽ പ്രതിക്കുള്ള മാറ്റമില്ലാത്ത പിന്തുണ ഉടൻ തിരുത്തേണ്ടതാണ് എന്നുകൂടി സമസ്ത മുഖപത്രം വ്യക്തമാക്കുന്നു. അതായത് ഒരേ സമയം 2 സർക്കാരുകളെ രൂക്ഷമായി വിമർശിക്കുന്ന മുഖപ്രസംഗമാണ് ഇന്ന് സമസ്ത മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം എഴുതിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും പാലത്തായി കേസിലെ പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ച സംഭവത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനം വന്നിരിക്കുന്നത്. സർക്കാരിനും പ്രോസിക്യൂഷനുമെതിരെ വിമർശനമാണ് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.